നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ കാണിച്ച മനസ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് കൂടുതൽ ഊർജിതമാക്കിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ജനവിധി അംഗീകരിക്കുന്നു, ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും, അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും, കണ്ടെത്തി അവ പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കും. ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ഏത് ശ്രമവും ഞങ്ങൾ നടത്തും. ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത്? ഞങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തി. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ, പക്ഷെ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് UDF-നാണ്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ വലിയ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിന് വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെക്കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളും. അതല്ലേ സത്യം? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.